ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ. ആ മറിയ ഉമ്മൻ ചെങ്ങന്നൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് സഹോദരൻ ചാണ്ടി ഉമ്മൻ കട്ട കലിപ്പിലാകുന്നത് എന്തുകൊണ്ട്? കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ മാത്രമല്ല രാഷ്ട്രീയ കേരളം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ചാണ്ടിക്കുഞ്ഞ് രണ്ടും കൽപ്പിച്ചാണ്. ഒരു കാരണവശാലും മത്സരിപ്പിക്കരുതെന്നാണ് വാശി. തന്റെ വാക്ക് കേൾക്കാതെ മത്സരിപ്പിച്ചാൽ രാജിക്കത്ത് എഴുതി പോക്കറ്റിട്ടുകൊണ്ട് നടക്കുകയാണ്, രാജിവെക്കുമെന്നാണ് ചാണ്ടിക്കുഞ്ഞ് തറപ്പിച്ചു പറയുന്നത്. അങ്ങനെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിയിൽ മത്സരിച്ചോളാനും പറയുന്നു. താൻ മാറിക്കൊടുക്കാം. ഒരു ശത്രുവിനോട് പോലും കാണിക്കാത്ത വീറും വാശിയുമാണ് ഇക്കാര്യത്തിൽ ചാണ്ടിക്കുഞ്ഞിന്. മറിയയെ സ്ഥാനാർത്ഥിയാക്കിയാൽ രാജിവെക്കുമെന്ന് മാത്രമല്ല രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ആ ചെറുപ്പക്കാരൻ ആണയിട്ട് പറയുന്നത്. രാഷ്ട്രീയത്തിൽ അതും കോൺഗ്രസിൽ കുടുംബത്തിൽ നിന്ന് 2 പേർ വേണ്ട. ഇത് കോൺഗ്രസ് വൃത്തങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാണ്ടിയുമ്മന്റെ ഈ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ കുടുംബാധിപത്യത്തെക്കുറിച്ചുള്ള അസ്വസ്ഥത തുറന്നു കാട്ടുന്ന ഒരു സൂചനയായി നമുക്ക് വിലയിരുത്താം. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം സഹാനുഭൂതി തരംഗത്തിലാണ് നേരത്തെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും പുതുപ്പള്ളിയിൽ പിതാവിന്റെ പിൻഗാമിയായി വിജയം കുറിച്ചത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തന്റെ വ്യക്തിത്വം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചാണ്ടിയുമ്മന്. ഈ സാഹചര്യത്തിലാണ് മറിയ ഉമ്മൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നത്. ഇവിടെ പ്രശ്നം ഒരാളുടെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പേർ എന്ന പഴയ ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. കോൺഗ്രസ് എപ്പോഴും നേരിടുന്ന കുടുംബ രാഷ്ട്രീയ വിമർശനത്തിന് ഇതിലൂടെ പുതിയ ആയുധം ലഭിച്ചു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ 2 തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാണ്. ഒരു വിഭാഗം പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് സ്വാഭാവികമായൊരു സ്ഥാനം രാഷ്ട്രീയത്തിലും ഉണ്ടാകും. മറ്റൊരു വിഭാഗം ചോദിക്കുന്നു, അവകാശം കൊണ്ടാണോ പ്രവർത്തനം കൊണ്ടാണോ സ്ഥാനമാനങ്ങൾ നൽകേണ്ടതെന്ന്. ചാണ്ടി ഉമ്മന്റെ ഈ നിലപാട് ഒരു വ്യക്തിപരമായ പ്രതിഷേധത്തിന് ഉപരി പാർട്ടിക്കുള്ളിലെ അടങ്ങിയിരിക്കുന്ന അസ്വസ്ഥതകളുടെ പൊട്ടിത്തെറിയായി കാണപ്പെടുന്നു. മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മക്കൾ BJP-യിൽ ചേർന്ന സാഹചര്യം നിലനിൽക്കെ ഉമ്മൻചാണ്ടിയുടെ മകൾക്ക് രാഷ്ട്രീയത്തിൽ വന്നുകൂടെ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇതെല്ലാം ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രമേ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് ചാണ്ടിക്കുഞ്ഞിന് കിട്ടിയ ഉപദേശം. ചാണ്ടിക്കുഞ്ഞ് ഇത് എതിർക്കുന്നതിന്റെ മുഖ്യ കാരണം മറ്റൊന്നുമല്ല, കെ മുരളീധരന്റെ അനുഭവം കണ്ടിട്ടാണ്. പത്മജ വേണുഗോപാൽ വന്നതാണ് മുരളീധരന് എങ്ങും എത്താനാകാതെ പോയത്. കെ കരുണാകരന്റെ എതിരാളികളാണ്, അതായത് കെ കരുണാകരനെയും മകൻ മുരളീധരനെയും അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് പത്മജയെ കളത്തിലിറക്കിയത്. ഒടുവിൽ പത്മജയ്ക്ക് BJP പാളയത്തിലേക്ക് പോകേണ്ടി വന്നു. ഇതാണ് ചാണ്ടിക്കുഞ്ഞിനെ ഇരുത്തി ചിന്തിപ്പിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയമല്ലാതെ മറിയയ്ക്ക് മറ്റേത് പാർട്ടിയിലും പോയി മത്സരിക്കാം, ആരും എതിർക്കില്ല. പക്ഷേ കോൺഗ്രസിൽ വേണ്ട. അതൊരു നല്ല നിലപാടായിട്ടാണ് രാഷ്ട്രീയം കാണുന്നത്. ഏതായാലും ചാണ്ടിക്കുഞ്ഞിന്റെ ഈ പിടിവാശിയോടെ മറിയയുടെ മാത്രമല്ല ചാണ്ടിക്കുഞ്ഞിനെ അടിക്കാൻ വടിവെട്ടി കാത്തിരുന്ന എതിരാളികൾക്കും കനത്ത തിരിച്ചടിയായി. മാത്രമല്ല മറിയയുടെ മോഹവും എന്നേക്കുമായി കെട്ടടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.